കുഞ്ഞമ്മ ആംബ്ലറ്റ് തിന്ന അമ്മച്ചി വിളിക്കുന്നു. ബാ, ഇതെന്ത് പറ്റി കുഞ്ഞമ്മയ്ക്ക്? ബാ കുഞ്ഞമ്മ, ബാ. ചെറിയ പിടക്കം പിടിച്ച കുഞ്ഞമ്മ കയ്യിൽ പിടിച്ചോണ്ട് പോവാൻ. ബാബു, എന്റെ അമ്മച്ചി പണ്ടാരത്തി എന്റെ ചെവിക്കിൽ അടിച്ചെന്ന് വല്ലതും തിന്നാൻ വിളിച്ചപ്പോഴ് പാവാട ചവിട്ടി എവിടെയെങ്കിലും വീഴണേ ദൈവമേ. ഹായ്, നോക്കൂ, രണ്ടു മക്കളെയും കൊണ്ട് അമ്മന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരെ കാണാനായിട്ട് പോകാൻ കുറച്ച് ചിക്കനൊക്കെ മേടിച്ച് കഴുകുകയാണ് ഞാൻ കേട്ടോ. നല്ല എരിവ് കാണും. എന്തായാലും ഇവിടുത്തെ ചിക്കനൊക്കെ എരിവ് കുറവാണ്. കഴിയില്ലെങ്കിലോ, കഴിക്കുന്ന ആൾക്കാരും ബഹളം, അത് കണ്ട് നമ്മുടെ ഫാമിലിയും ബഹളം ഓടും. അപ്പോൾ അതൊന്നും വേണ്ട, കഴുകിയിട്ട് കൊണ്ടുപോകാം. അങ്ങനെ കഴുകുന്നതാണ്. കഴുകി കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ ആരും പരാതി പറയേണ്ട, കഴുകിയ തന്നെ കൊടുക്കുന്നത്. 2 പ്രാവശ്യം കഴിയാൻ മതിയാകും, അതിനുള്ള എരിവൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ വെള്ളവും കഴുകി നല്ല വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതാ കണ്ടോ, ഇനി ഇതാ ആ പിള്ളേരൊന്ന് കാണാൻ പോകണം. ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു സ്പെഷ്യലുണ്ട് കേട്ടോ, കുറച്ച് ആംപ്ലേറ്റാണ്. അതും കൂടെ മിക്സ് ചെയ്ത് രണ്ടും കൂടെ പിള്ളേർക്ക് കൊടുക്കാം. കണ്ടോ, കുറച്ചുണ്ട്. അപ്പോൾ ഇതായിട്ട് ഞാൻ പോവുകയാണ്. പിള്ളേരെ കാണാൻ ആദ്യമായി നമുക്ക് പുറത്തിറങ്ങിയ സന്തോഷം. ഓക്കെ, ഒളിച്ച് കളിക്കാനും മറഞ്ഞിരിക്കാനും നല്ല സ്ഥലം അമ്മ കൊണ്ടുവന്നത് കൊള്ളാം. ഇതാരാ വരണത് ഇങ്ങാട്ട്? നമുക്ക് പരിചയമൊന്നുമില്ലല്ലേ. നോക്കിയിട്ട് വരാം, ചുമ്മാ ഇരിക്കടി. അമ്മച്ചിയുടെ സ്വന്തക്കാർ വന്നടി, എന്തോ കൊണ്ടൊക്കെ വന്നിരിക്കുന്നു. ഇതാരാണെന്ന് നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. അമ്മച്ചി ഇതുവരെ പറഞ്ഞിട്ടുമില്ല. പേർഷ്യന്ന് വന്നൊരു മാമനായിരിക്കും. അതാണ്ട് ചോക്ലേറ്റ് ആണെന്ന് കൊണ്ടുവന്നത്. എല്ലാരും കൂടിയല്ലേ എടി, എല്ലാരും പേര് വിളിച്ചായിരിക്കും കൊടുക്കുന്നത്, അതായിരിക്കും. നമ്മളങ്ങോട്ടിപ്പോ പോണ്ട. അമ്മച്ചി, ഞാൻ അങ്ങോട്ട് വരട്ടാ, പാടി. ഇവിടെ എന്ത് നടക്കുന്നു ഒന്നും അറിയാമേടി, പോണ്ടടി. പേപ്പർ വിരിച്ച് വലിയണ്ണനൊക്കെ കിടന്ന് കറങ്ങണ്. താണ്ട് നോക്കിയ അമ്മച്ചി കിടന്ന് കറങ്ങണ്. വലിയണ്ണനും വലിയച്ചിയും ഉണ്ട്. എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലടി. ഇട് മാമ, എനിക്കും പിള്ളേർക്ക് ഇട്. വരും മക്കളെ. നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മച്ചി ഇതൊക്കെ തിന്നാൻ. 2 വർഷം മുമ്പേ വരേണ്ടായിരുന്നു ഇവിടെ. ഈ പെണ്ണുമ്പോൾ തിന്ന് മാറണമില്ലല്ലേ. എനിക്ക് തിന്നാനാണ് മാമൻ തന്നത്. അതിനിടയ്ക്ക് വന്ന് അതിൽ കയറി പിടിച്ച്. നീ ഇങ്ങോട്ട് വാടാ, ഇത് കഴി. ഉറപ്പുള്ള തറ ആയതുകൊണ്ട് മണ്ണൊന്നും പറ്റില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് കൊടുക്കാം. എന്താ, ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കില്ല, അടി കൂടും കേട്ടോ. വേറെ 2 മക്കളെ നിങ്ങൾ കാണുന്നില്ലേ? ഇതിവിടുത്തെ വലിയ ചേച്ചിയുടെ മക്കളാണ് 2 പേര്. അങ്ങനെ അമ്മ വേറെ തിരിച്ചു വിട്ടതാണ് കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. ആദ്യമായിട്ടാണേ, എന്നാലും നന്നായിട്ട് കഴിക്കുന്നുണ്ട്. മുട്ട ആംപ്ലേറ്റും ചിക്കനുമാണ്. കട്ടിച്ചൊക്കെ എടുക്കുന്നുണ്ടോ മക്കള്? അവക്ക് പേടിയാണ്ട് വരൂലെന്നമ്മച്ചി. നല്ല മണം വരുന്നു. പെട്ടെന്ന് കഴിച്ച് വിഴിഞ്ഞൊക്കെ ഇറക്കി മക്കളെ. ഇനി വേറെ കിട്ടുമെന്നൊന്നും അറിയില്ല. ഇവിടെ കൂട്ടുകുടുംബമുള്ളൊരു ഫാമിലിയാണ്. 3 പെൺപിള്ളേരാണ് കേട്ടോ. അവർ വലുതായപ്പോഴുള്ള കുട്ടികളും അവരുടെ കുടുംബവുമാണ് ഇവിടെ. ഈ നിൽക്കുന്ന അമ്മയുടെ കുഞ്ഞ് 2 മക്കളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ ഈ വലിയ കുട്ടികളെന്ന് പറയുന്നത് അവളുടെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ. ചേച്ചി വീണ്ടും ഗർഭിണിയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഈ 2 കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഇനി കെട്ടാനും കെട്ടിച്ച് വിടാനും ഇനി ഒരാളുണ്ട്. അതാണ് ഈ കാണുന്ന പെൺകുട്ടി. ഇതാ ഇവളുടെ ചേച്ചിമാർക്ക് 2 പേർക്കും മക്കളായിട്ടുണ്ട്. അങ്ങനെ ഇവളെന്തോ പിണക്കത്തിലൊക്കെ മാറിയിരിക്കുകയായിരുന്നു. ദൂരോട്ടൊന്നും പോയി കളിക്കാതെ ഇവിടെ തന്നെ കാണണേ. ഞാൻ കാണുന്ന തരത്തിൽ കളിക്കണം അവിടെ ഇരുന്ന്. എവിടെയും പോവില്ല. മഞ്ഞണിക്കൊമ്പിൽ എരിക്കിങ്ങിണിക്കൊമ്പിൽ. ഇത് കടിച്ചാറേ മുറിയണില്ലല്ലേ. എടി വാടി, നീ എങ്ങാട്ട് പോണം? അതിൻ്റെ മേളിൽ കയറിയാല നോക്കട്ടെ. ഹൈറ്റ് കൂടുതലാണ്. എടി അവളാടി, ഇതോ അവിടെ ഇരിക്കണമ്മ. 2 പേരും കൂടെ ഇവിടെ ഇരുന്ന് കളിക്കണേ. എങ്ങോട്ടും പോകാനില്ല, ഇവിടെ തന്നെ കാണുമമ്മ നമ്മള്. എടി പാടി, നമുക്ക് അവിടെ പോയി കളിക്കാടി. മേലില് കയറി വാ. നല്ല സ്ഥലമല്ലടി, ചാടി കളിക്കാൻ കൊള്ളാം. ഒളിച്ച് കളിക്കാനൊക്കെ കൊള്ളാടേ. അമ്മച്ചിയെ ഇപ്പം എവിടെ പോയിട്ട് വരാമെന്ന്. നീ വാ, നമുക്ക് അകത്തോട്ട് ഇരുന്ന് കളിക്കാം. അമ്മച്ചി വിളിക്കുമ്പോൾ ഇറങ്ങി വന്നാൽ മതി ഏട്ടാ. ആദ്യമായിട്ടാണ് നമ്മളിവിടെയൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. ബാടി, അതുകൊണ്ട് അങ്ങ് ഉള്ളിലോട്ട് കയറിയിരുന്ന ആരും പേടിക്കണ്ടടി, ആരും കാണേയില്ല.
ഇന്നലെ കണ്ട മാമനെയാണ് ഇന്നും കണ്ട നമ്മൾ നല്ല സ്നേഹമല്ലേടി.